എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കറി വെച്ചേക്കുന്നത് ചിക്കനാണ്. ഇന്ന് പ്രത്യേക ദിവസം ഞായറാഴ്ചയാണ്, കുർബാനയുടെ ദിവസമാണ്. എല്ലാവരും തന്നെ പള്ളി പോകുന്ന ദിവസമാണ്. പള്ളി വിട്ടിട്ടാലും നല്ലൊരു അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവും. ഇടവകയിലെ വാഴക്കൊലയും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് അലങ്കരിക്കും. അപ്പോൾ ഇന്ന് ഈ ചിക്കൻ കറി എങ്ങനെയായെന്ന് നോക്കാം. ഗണീഷ കറി ശരിയായി ചോറ് കഴിക്കും. പാത്രം എടുത്ത് സ്റ്റാൻഡേ പാത്രമുണ്ട്. അച്ചാറുണ്ട്, മീന് പിന്നെ വെക്കാം. അച്ചാറ് ഈന്തപ്പഴത്തിൻ്റെ ആണ്. പള്ളിയിലൊക്കെ പോയി വരുന്നതാണ് താമസിച്ച്, അതിന് മീനെടുത്തില്ല. അടുത്തേക്ക് ഇതുണ്ട് അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ എനിക്ക് ഉരുളക്കിഴങ്ങിട്ട് ഇങ്ങനെ നാടൻ രീതിയിലൊക്കെ ഇഷ്ടം. പിന്നെ അമ്മച്ചി ഇന്ന് ഉണ്ടാക്കിയതാണ്ട് ഇത് ഈന്തപ്പഴം അച്ചാറ് വേണ്ട. ഈന്തപ്പഴം അച്ചാറ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ ചോറ് റേഷനരി അല്ലേ? റേഷനരി അല്ലേ? റേഷനരിക്ക് നല്ല ടേസ്റ്റ് ആണ്. എപ്പോഴും പറഞ്ഞു ഇപ്പൊ റേഷനരിയായി. അപ്പൊ ഈ അരി തന്നെ കിട്ടുമെങ്കിൽ നമുക്കൊരു 25 കിലോ ഇടും. ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കരളല്ലേ അമ്മച്ചി? ഇതന്നെ കരളിന്റെ ചോറ് എടുക്കുമ്പോഴേ ഒരു അമർത്തണം. ആണെങ്കിൽ ചോറ് പൊട്ടിയെടുക്കാൻ പാടില്ല. പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ ഈന്തപ്പഴം അച്ചാർ. അമ്മച്ചി ഇങ്ങനെ നീങ്ങിക്ക്. ഇപ്പൊ ആൾക്കാർക്ക് അമ്മച്ചിക്ക് കൊടുക്കല്ലേ? എനിക്കെപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കുറ്റം മാത്രമേ ഉള്ളൂ. അമ്മച്ചി അങ്ങനെ പെട്ടെന്ന് കഴിക്കൂല. അമ്മച്ചി ഏറ്റവും എല്ലാവരും കൊടുത്തതിന് ശേഷം അവസാനം അതാണ് നല്ലത്. നല്ല ചൂടാ. ആൾക്കാർ പറഞ്ഞ് ചൂട് കഴിക്കരുതെന്ന്. വർഷകാലത്ത് പ്രത്യേകം ചൂട് കഴിക്കും. നിങ്ങൾ ചെറുപ്പത്തിലെ ചൂട് തന്നാൽ ഞങ്ങൾ ശീലിച്ചാൽ അപ്പൊ വേറൊരു രോഗം വയ്ക്കലാനും. 10ാം ക്ലാസ് വരെ ഞങ്ങൾക്ക് ഒരു തരം മരുന്ന് പോലും മേടിച്ചിട്ടില്ല. കറിയിട്ട് കൂട്ടണേ. കറി ഒന്നും കൂടി ശരിയാണ്ട്. ചിക്കൻ കറി അത് കഴിയുമ്പോൾ ശരിയാക്കും. ശരിയാവും. ഹാപ്പി ലഞ്ച്.